إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أهل الكتاب لا تغلوا في دينكم ولا تقولوا على الله إلا الحق إنما المسيح عيسى بن مريم رسول الله وكلمته ألقاها إلى مريم وروح منه فآمنوا بالله ورسله ولا تقولوا ثلاثة إنه خيرا لكم إنما الله إله واحد سبحانه أن يكون له ولد له ما في السماوات وما في الأرض وكفى بالله وكيلا. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് വളരെ ഗൗരവത്തോടെ ആമുഖമായി ഉണർത്താനുള്ളത്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മൗലീദ് കിതാബിലൂടെയും മറ്റും പ്രചരിച്ചിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വികല വിശ്വാസങ്ങളെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഡിസംബർ അവസാന വാരം എന്ന നിലക്ക് ഈസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഡിസംബർ 25 ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് അഥവാ യേശുവിന്റെ ജന്മദിനം കൊണ്ടാടുന്ന ഒരു സമയമാണിത്. സ്വാഭാവികമായും യേശു എന്ന് പറയുന്നത് ആരാണെന്നും മുസ്ലിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്തെല്ലാമാണ് വിശ്വസിക്കേണ്ടത്, അതും ക്രിസ്ത്യാനികളുടെ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും നമ്മൾ സാമാന്യ രൂപത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാർ മുസ്ലിം വീടുകളിൽ വന്ന് ഈസാ നബിയെക്കുറിച്ചും ഖുർആനെക്കുറിച്ചുമൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളെ ക്രിസ്ത്യാനിസത്തിലേക്ക് ചേർക്കാൻ വേണ്ടി പലവിധ കള്ളപ്രചരണങ്ങളും നടത്താറുണ്ട്. അതിനുവേണ്ടി അവർ ലോകം മുഴുവൻ കോടിക്കണക്കിന് രൂപ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മിഷണറി പ്രവർത്തനത്തിന്. പക്ഷെ അൽഹംദുലില്ലാ കേരളത്തിൽ അതത്ര വിജയിച്ചിട്ടില്ല. കാരണം കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും ക്രിസ്ത്യാനികളുടെ മിഷണറി പ്രവർത്തനത്തെക്കുറിച്ച് അല്പമെങ്കിലും ബോധമുള്ളവരാണ്. എന്നിരുന്നാലും ശുബ്ഹാത്തുകൾ ഉണ്ടാക്കുവാൻ അഥവാ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഫാദർ അലവി എന്ന് പറയുന്ന ഒരുത്തൻ ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനിയായി ഒരു മുസ്ലിയാരിന്റെ മകനായിരുന്നു. അയാൾ മർക്കസുൽ ബിഷാറ എന്ന പേരിൽ ഒരു സുവിശേഷ കേന്ദ്രം തന്നെ മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്ത് മഞ്ചേരിയിൽ തുറന്നിട്ട് എത്രയോ വർഷങ്ങളായി ഖുർആനിലെ കണ്ടം തുണ്ടം ആയത്തുകൾ എടുത്തുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ പലവിധ ലഘുലേഖകളും ഇറക്കി അവർ ക്രിസ്തീയ വിശ്വാസം സത്യമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ നമ്മൾ നമ്മുടെ അഖീദയെ സംബന്ധിച്ച് നല്ല യഖീനുള്ളവരായിരിക്കണം. സാധാരണക്കാരാകട്ടെ അല്ലെങ്കിൽ അല്പം പഠിച്ചവരാകട്ടെ ഈസാ നബിയെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം എന്താണ് എന്ന് ശരിക്കും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ക്രിസ്ത്യാനികൾ യേശുദേവൻ അല്ലെങ്കിൽ ജീസസ് എന്ന് പറയുന്ന യേശു ക്രിസ്തു നമ്മൾ വിശ്വസിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മുഹമ്മദ് നബിക്ക് മുമ്പുള്ള പ്രവാചകനാണ്. ഈസാ നബിക്കും മുഹമ്മദ് നബിക്കും ഇടയിൽ വേറെ നബി ഉണ്ടായിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ബനൂ ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു റസൂലാണ് എന്നാണ് വിശ്വസിക്കുന്നത്. റസൂലൻ ഇലാ ബനി ഇസ്രായേൽ എന്ന് മറിയം ബീവിക്ക് ഈസാ നബി ജനിക്കാനുള്ള സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ തന്നെ ആ സന്തോഷ വാർത്തയിൽ മലക്കുകൾ പറഞ്ഞ വാക്കാണ്
ബനു ഇസ്രായേലിലേക്കുള്ള റസൂലായും അദ്ദേഹത്തെ നാം നിയോഗിക്കുന്നതാണ് എന്ന അല്ലാഹുവിന്റെ സുവിശേഷം. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്താ? ക്രിസ്ത്യാനികൾ പറയുന്നത് അദ്ദേഹം ദൈവപുത്രനാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു, പുത്രൻ എന്ന് പറഞ്ഞാൽ ഈസാ നബി, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ. ഈ മൂന്നും കൂടിയതാണ് ദൈവം. മൂന്നും മൂന്നാണ് എന്നാൽ ഒന്നാണ് എന്ന ത്രിയേകത്വ സിദ്ധാന്തം ക്രിസ്ത്യാനികൾ ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈസാ നബിയെ സംബന്ധിച്ചവർ ദൈവപുത്രൻ എന്ന് പറയുന്നു. യഹൂദികൾ ഉസൈർ പ്രവാചകനെ കുറിച്ച് ദൈവപുത്രൻ എന്ന് പറഞ്ഞതുപോലെ ഖുർആൻ അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് തൗബയിൽ വഖാലത്തിൽ യഹൂദ് ഉസൈറുൻ ഇബ്നുല്ലാഹ്, യഹൂദികൾ പറഞ്ഞു ഉസൈർ പ്രവാചകൻ അല്ലാഹുവിന്റെ പുത്രനാണ്. വഖാലത്തിൻ നസാറൽ മസീഹ് ഇബ്നുല്ലാഹ്, നസാറാക്കൾ നസ്രാനികൾ പറഞ്ഞു ഈസാ മസീഹ് അദ്ദേഹം അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന്. ذلك قولهم بأفواههم, അതവരെ വായകൾ കൊണ്ടുള്ള വെറും വാക്കുകൾ മാത്രമാണ്. യുലാഹിഹൂന ഖൗല الذين كفروا من قبل, അവരുടെ മുമ്പുള്ള സത്യനിഷേധികളുടെ വാക്കിനോട് അവർ സാദൃശ്യമായിരിക്കുന്നു. ഖാതലഹുമുല്ലാഹ്, അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ. ഫഅന്നാ യുഫകൂൻ, അവർ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? അപ്പൊ മുൻകഴിഞ്ഞ കാഫിറുകളുടെ വാക്കുകൾ അനുകരിച്ചുകൊണ്ട് പറയുന്ന കേവലം വാക്കുകൾ മാത്രമാണവ, അല്ലാതെ ഉസൈർ പ്രവാചകൻ അല്ലാഹുവിന്റെ പുത്രനല്ല, ഈസാ നബിയും അല്ലാഹുവിന്റെ പുത്രനല്ല. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ് ദൈവപുത്രവാദം എന്ന് സൂറത്ത് മറിയമിൽ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് 2 ആഴ്ച മുമ്പ് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത്രയും വെറുപ്പുള്ള കാര്യമാണത്. ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്മസിന് ഗ്രീറ്റിംഗ് അയക്കുകയും ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ അയാൾ ചിന്തിക്കണം, നമുക്ക് എങ്ങനെ അത് ഹാപ്പി ആകാൻ കഴിയും? രണ്ടർത്ഥത്തിലും അത് തെറ്റാണ്. ക്രിസ്ത്യാനികൾ അത് ആഘോഷിക്കുന്നത് ക്രിസ്തുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ അത് ജന്മദിനം എന്ന് പറയുന്നത് തന്നെ അവർ തന്നെ അതിനെ എതിർക്കുന്നുണ്ട്. ഡിസംബർ 25 ലോകത്തിന്റെ പല ഭാഗത്തും ക്രിസ്മസ് ആണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും റഷ്യയിലും ഓസ്ട്രേലിയയിലുമൊക്കെ 13 കോടിയോളം വരുന്ന ക്രിസ്തീയ സമൂഹം ജനുവരി 7-നാണ് ക്രിസ്മസ് കൊണ്ടാടുന്നത്. കാരണം ജൂലിയൻ കലണ്ടർ അനുസരിച്ച് ജനുവരി 7-നാണ് ഇവരുടെ ക്രിസ്തുവിന്റെ ജന്മദിനം എന്നാണ് അവർ പ്രചരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലൊരു സ്വതന്ത്ര രാഷ്ട്രീയ വാരികയിൽ ഒരു ക്രിസ്തീയ പുരോഹിതൻ തന്നെ ലേഖനം എഴുതിയിരുന്നു. അതായത് ആധികാരികമായി യേശുവിന്റെ ജന്മതീയതി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നത്. ബൈബിളിൽ പറഞ്ഞിട്ടില്ല ഈസാ നബിയുടെ ജന്മദിനം എന്നാണെന്ന്. ഈസാ നബിയുടെ കൂടെ ജീവിച്ച അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, ഹവാരികൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരോ ആ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. പിന്നെയോ 3 നൂറ്റാണ്ട് കഴിഞ്ഞ് AD 325 ശേഷമാണ് ക്രിസ്തുമതത്തിലേക്ക് ഇങ്ങനെ ഒരു ജന്മദിനാഘോഷം കൊണ്ടുവരപ്പെട്ടത്. നമ്മുടെ സമുദായത്തിൽ ഉണ്ടായതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനും താബീങ്ങൾക്കും താബീങ്ങൾക്ക് ശേഷമാണല്ലോ റാഫിളിയാക്കൾ ഇത് കൊണ്ടുവന്നത്, ഷിയാക്കൾ ജന്മദിനാഘോഷം കൊണ്ടുവന്നത്, മൗലിദ്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾക്കിടയിലും സംഭവിച്ചത്. അത് റോമാ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ അയാളുടെ പഴയ മതമായ മിത്രമതം ഉപേക്ഷിച്ചുകൊണ്ട്, സൂര്യാരാധകന്മാരായ മിത്രമതക്കാരിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം, അത് ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? അയാൾ ക്രിസ്തുമതം സ്വീകരിച്ചു. അന്ന് മുതൽക്ക് എന്തായി? ക്രിസ്ത്യാനികൾക്ക് പല ആചാരങ്ങളും മിത്രമതത്തിലെ പഴയ ആചാരങ്ങളാക്കി. മിത്രമതത്തിലെ പഴയ ആചാരമാണ് ഡിസംബർ 25 ആഘോഷിക്കുക. അത് സൂര്യദേവൻ ജനിച്ച ദിവസമാണ് എന്നാണ് പഴയ റോമാ മതക്കാർ വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെ കോൺസ്റ്റന്റൈൻ രാജാവ് റോമിൽ നടപ്പിലാക്കി. അന്ന് മുതൽക്ക് എന്തായി? സൂര്യജന്മദിനം എന്നത് ക്രിസ്തു ജന്മദിനമായി മാറി. അത് ആഘോഷിച്ചു. ഒരഡ്രസ്സുമില്ല, അല്ലെങ്കിൽ തന്നെ തുമ്പും പാലുമില്ല, അതിൽ കൂടെ ഉള്ളതിനും അവസ്ഥയും ഇതാണ്. അങ്ങനെയാണ് ഡിസംബർ 25 ആഘോഷിക്കാൻ തുടങ്ങിയത്. അതുപോലെ ഞായറാഴ്ച അവധി ദിവസമായതും ഈ റോമക്കാരൻ കോൺസ്റ്റന്റൈൻ മാറിയതിനു ശേഷമാണ്. അതിനു മുമ്പ് ശനിയാഴ്ചയായിരുന്നു അവർ അവധിയായി പ്രഖ്യാപിച്ചിരുന്നത്. കാരണം റോമാ മതത്തിൽ ഉണ്ടായിരുന്ന ആചാരങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തി. അപ്പൊ ഞായറാഴ്ച സൂര്യദിനമായിട്ടാണ് അവർ കാണുന്നത്. ആ സൂര്യദിനം വിശേഷ ദിവസമാക്കിയത് ഇതാണ്. ഇത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട പെന്തക്കോസ്തുകാർ എന്നൊരു വിഭാഗമുണ്ട്. രോഗം വന്നാൽ ചികിത്സിക്കുന്നില്ല, പ്രാർത്ഥിച്ചു മാത്രം മാറ്റണം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവരിതൊന്നും അംഗീകരിക്കുന്നില്ല എന്നത് വേറെ കാര്യം. ഏതായിരുന്നാലും മുസ്ലിമീങ്ങളിൽ പലരും ഈ ജന്മദിനാഘോഷത്തെ അനുകരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടാൻ തുടങ്ങിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസാ നബിയെ കുറിച്ചുള്ള വിശ്വാസം അദ്ദേഹം ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവാവതാരമല്ല, ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട മനുഷ്യനായ ഒരു ദൈവദൂതൻ മാത്രമായിരുന്നു. ഞാൻ ഓതിവെച്ച സൂറത്ത് നിസായിലെ 171-ാമത്തെ ആയത്ത് അതാണ്. യാ അഹ്ലൽ കിതാബ്,
വേദക്കാരെ എന്ന് ഖുർആൻ പറയുമ്പോൾ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒരുമിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യാണ്. ലാ തഗ്ലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ്, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അന്യായമായി അതിര് കവിയരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിനെ സംബന്ധിച്ച് സത്യമായതല്ലാതെ നിങ്ങൾ പറയരുത്. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയമ റസൂലുള്ളാഹ്, മറിയമിന്റെ പുത്രൻ ഈസാ മസീഹ് അല്ലാഹുവിന്റെ ദൂതൻ മാത്രമാകുന്നു. വകലിമത്തുഹു അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് അല്ലാഹു ഇട്ടുകൊടുത്ത അല്ലാഹുവിന്റെ വചനമാകുന്നു എന്ന് പറഞ്ഞാൽ കുൻ എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഉണ്ടായത്. സാധാരണ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണല്ലോ കുട്ടികൾ ജനിക്കാറുള്ളത്. എന്നാൽ മറിയം ബീവി ഒരു പുരുഷനെയും സ്പർശിച്ചിട്ടില്ല, അവരൊരു ദുർനടപ്പുകാരിയുമായിരുന്നില്ല. പിന്നീട് അള്ളാഹുവിന്റെ കുൻ, നീ ഉണ്ടാവുക എന്ന കൽപ്പന അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറിയം ബീവിയുടെ അടുത്തേക്ക് അയച്ചു. ഒരു തികഞ്ഞ മനുഷ്യനായിക്കൊണ്ട് അവരുടെ മുമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഒരു പുരുഷൻ വന്നപ്പോ അദ്ദേഹം പേടിച്ചു, അതിനെന്തോ ഉപദ്രവിക്കാനാണ്. പേടിക്കേണ്ടതില്ല, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, നിങ്ങൾക്ക് പരിശുദ്ധനായ ഒരു പുത്രനെ ദാനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത അറിയിക്കുകയും അങ്ങനെ അവർക്ക് കുട്ടി ജനിക്കുകയുമാണ് ഉണ്ടായത്. അതാണ് കലിമത്തുഹു അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് ഇട്ടുകൊടുത്ത അള്ളാഹുവിന്റെ വചനം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അതാണ്. കുൻ എന്ന വചനത്തിൽ അടിസ്ഥാനത്തിൽ ഉണ്ടായ വ്യക്തിയാണത്. വറൂഹും മിൻഹു, അവരിൽ നിന്നുള്ള ഒരു ആത്മാവുമാണ്. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, അതുകൊണ്ട് അള്ളാഹുവിലും അവന്റെ ദൂതനിലും നിങ്ങൾ വിശ്വസിക്കുവീൻ, ദൂതന്മാരിലും നിങ്ങൾ വിശ്വസിക്കുവിൻ. വലാ തഖൂലു സലാസ, 3 എന്ന് നിങ്ങൾ പറയരുത്. ദൈവം 3 മൂന്നും ഒന്നാണ്, എന്നാൽ 3 വേറെയുമാണ് എന്ന ഈ ത്രിയേകത്വം നിങ്ങൾ പറയരുത്. ഇന്തകു, നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കണം. ഖൈറൻ ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇന്നമല്ലാഹു ഇലാഹു വാഹിദുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏക ഇലാഹു മാത്രമാകുന്നു. സുബ്ഹാനഹു അൻ യകൂന ലഹു വലദ്, അവനൊരു സന്താനം ഉണ്ടായിരിക്കുക എന്നതിൽ നിന്നും അവൻ എത്രയോ പരിശുദ്ധനാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അവനുള്ളതാകുന്നു. വഖഫാ ബില്ലാഹി വകീല, കാര്യങ്ങൾ വരമേൽപ്പിക്കപ്പെടുവാൻ അല്ലാഹു മതി. പിന്നെ അല്ലാഹു പറയുന്നു ലൻ യസ്തൻകിഫൽ മസീഹു അൻ യകൂന അബ്ദൻ ലില്ലാഹ്, അല്ലാഹുവിന്റെ അടിമയായിരിക്കുന്നവൻ ഈസാ മസീഹ് ഒരിക്കലും മടിക്കുന്നില്ല, വൈമനസ്യം കാണിക്കുന്നില്ല. വലൽ മലായികത്തുൽ മുഖറബൂൻ, അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകളും അല്ലാഹുവിന്റെ അടിമകളായിരിക്കുന്നതിൽ യാതൊരു വൈമനസ്യവും കാണിക്കുന്നില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വെറും മനുഷ്യനായ ഒരു ദൈവദൂതൻ എന്നതിനെ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി അദ്ദേഹത്തെ ഫോട്ടോ വെച്ചും ഫോട്ടോ വെക്കാതെയും രൂപം വെച്ചും രൂപം വെക്കാതെയും അദ്ദേഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അവർ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ അതിനെല്ലാം ഖണ്ഡിച്ചിട്ടുണ്ട്. മൽ മസീഹു ഇബ്നു മറിയം ഇല്ലാ റസൂൽ, ഈസാ മസീഹ് അല്ലാഹുവിന്റെ റസൂൽ മാത്രമാകുന്നു. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിനും എത്രയോ റസൂലുകൾ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. വ ഉമ്മുഹു സിദ്ദീഖത്തുൻ, അവരുടെ മാതാവ് മറിയം ബീവി സത്യസന്ധയായിരുന്നു. കാന യഅകുലാനി തആം, അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരായിരുന്നു. അപ്പൊ അവരിൽ ദൈവികത ഒട്ടുമില്ലായിരുന്നു എന്ന് വ്യക്തമാണ്. ഭക്ഷണം കഴിക്കുകയും മൂത്രിക്കുകയും കാക്കുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യരായിരുന്ന സൂറത്ത് മാഇദ 75-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. മലക്കുകൾ മറിയം ബീവിയെ വന്ന് സന്തോഷ വാർത്ത അറിയിച്ചതും മറ്റുമൊക്കെ ഖുർആനിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈസാ നബിയുടെ ജനനത്തിൽ തന്നെ അത്ഭുതമുണ്ട്. മറിയം ബീവിയെ സംബന്ധിച്ച് ഈസാ നബിയുടെ മാതാവ് മറിയം ബീവിയെ ലോകർക്ക് മുഴുവനുമുള്ള ഒരു മാതൃകാ വനിതയായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ദറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔൻ, അള്ളാഹു 2 സ്ത്രീകളെ സത്യവിശ്വാസികൾക്ക് മാതൃകയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്ന് ഫിർഔന്റെ ഭാര്യ, മറ്റൊന്ന് മറിയം ഇബ്നത ഇമ്രാൻ, ഇമ്രാന്റെ മകളായ മറിയം ബീവി. ഇമ്രാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകളായിട്ടാണ് മറിയം ബീവിയെ പരിചയപ്പെടുത്തുന്നത്. ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു എന്ന ഈ ആയത്തിന് പുറമെ സൂറത്ത് ആലി ഇമ്രാൻ തന്നെ കാണാം. ഇത് കാലത്ത് ഇമ്രാത്തു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. ഈ മറിയം ബീവിയുടെ ഉമ്മ ഗർഭം ധരിച്ച സന്ദർഭത്തിൽ അവർ ഒരു നേർച്ച നേർന്നു. എന്റെ ഈ ഗർഭത്തിലെ കുട്ടിയെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചരണത്തിന് വേണ്ടി സ്വതന്ത്രമാക്കി നേർന്നിടുകയാണ്. ഒഴിഞ്ഞു വെക്കുക എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നാട്ടില് അങ്ങനെ ഒഴിഞ്ഞു വെച്ചതായി നേർച്ചയാക്കി. അങ്ങനെ അത് എന്നിൽ നിന്നും സ്വീകരിക്കണേ. റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഞാനിതാ നിനക്ക് വേണ്ടി നേർന്നിട്ടിരിക്കുന്നു. മുഹററൻ, ഒഴിഞ്ഞു വെക്കപ്പെട്ടതിൽ സ്വതന്ത്രമാക്കി വെച്ചിരിക്കുന്നു. ഫതഖബ്ബൽ മിന്നി, എന്നിൽ നിന്ന് സ്വീകരിക്കണേ. പക്ഷേ കുട്ടി ജനിച്ചു നോക്കുമ്പോൾ ഫലമ്മാ വളഅത് ഖാലത് റബ്ബി ഇന്നി വളഅതുഹാ ഉൻസ,
പ്രസവിച്ചു നോക്കുമ്പോൾ കുട്ടി പെൺകുട്ടിയാണ്. വലൈസദ്ദക്കറുക്കല്ലുൻസ, ആൺകുട്ടി പെൺകുട്ടിയെ പോലെയല്ല. പെൺകുട്ടികളെ പരിചരണത്തിന് വെക്കുന്ന ശീലം അന്നുണ്ടായിരുന്നില്ല പള്ളിയിൽ. പക്ഷേ ആ നേർച്ച നിറവേറ്റാൻ തന്നെ അവർ തീരുമാനിച്ചു. മറിയമിന്റെ മാതൃ സഹോദരി ഭർത്താവായ സക്കരിയ നബിക്കാണ് കുട്ടിയുടെ സംരക്ഷണ ചുമതല ലഭിച്ചത്. കാരണം മറിയമിന്റെ പിതാവും മാതാവും ഇസ്രായേലിയർക്കിടയിൽ വളരെ പ്രിയപ്പെട്ടവരും ഭക്തരായി അറിയപ്പെട്ട ആളുകളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമ്രാൻ മരിച്ചപ്പോൾ, മറിയം ബിബിയുടെ ഉപ്പ മരിച്ചപ്പോൾ ഈ കുട്ടിയെ ഞങ്ങൾ ഏറ്റെടുക്കുന്നല്ല എല്ലാവരും അതിന് മുന്നോട്ട് വന്നു. അവസാനം തർക്കമായി ആരെ ഏറ്റെടുക്കും. കാരണം ഭക്തന്മാരായി അറിയപ്പെട്ട കുട്ടികളെ ഏറ്റെടുക്കുക എന്നുള്ളത് അവർ പുണ്യമായി കണ്ടു. അവസാനം അവർ നറുക്കെടുപ്പ് നടത്തിയെന്നാണ് പറയുന്നത്, ആരൊക്കെയാണ് കുട്ടിയുടെ സംരക്ഷണ ചുമതല. അങ്ങനെയാണ് മറിയമിന്റെ മാതൃ സഹോദരി ഭർത്താവായിരുന്ന സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇവരെ സംരക്ഷണ ചുമതല ലഭിച്ചത്. ഇവർ ബൈത്തുൽ മുഖദ്ദസിൽ തന്നെ താമസിച്ചിരുന്നുവെന്നും ആ ചുമതല ഏറ്റെടുത്ത സക്കരിയ നബി അവരെ ആ താമസ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ സാധാരണ കാണപ്പെടാത്ത പഴവർഗ്ഗങ്ങളും മറ്റുമൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ കണ്ടപ്പോൾ സക്കരിയ നബി ചോദിച്ചു, മറിയം ഈ ഭക്ഷണമൊക്കെ എവിടുന്നാണ് എനിക്ക് കിട്ടിയത്? കാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹുവിന് ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് കൂടാതെ റിസ്ക് നൽകുന്നു. ഇത് കറാമത്തിനുള്ള തെളിവായിട്ട് അഹ്ലുസുന്നത്ത് പറയുന്ന ഒരു സംഭവമാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ നബിമാരല്ലാത്ത, നബിമാരെക്കാൾ താഴെയുള്ള സ്വാലിഹീങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അത്ഭുത സംഭവങ്ങൾ, അവർ മുഖേന അള്ളാഹു വെളിപ്പെടുത്തുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയാ. കറാമത്ത് എന്ന് പറഞ്ഞാൽ ആദരിക്കുക എന്ന അർത്ഥം, ബഹുമാനിക്കാൻ. അപ്പൊ ഈ അത്ഭുത സംഭവം അള്ളാഹു അവരിലോട് വെളിപ്പെടുത്തിയത് അവരെ ബഹുമാനിച്ചുകൊണ്ട് വെളിപ്പെടുത്തിയതാണ് എന്ന പരിഗണന വെച്ചാണ് അതിന് കറാമത്ത് എന്ന് പറയുന്നത്. അങ്ങനെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അസാധാരണമായ ഭക്ഷണ സാധനങ്ങൾ അവിടെ കണ്ടപ്പോൾ അത് അവരിലൂടെ വെളിപ്പെട്ട ഒരു കറാമത്താണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളും അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. ഇനി മറിയം ബീവിയുടെ ഉമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം, നിനക്കും നിന്റെ സന്താനങ്ങൾ അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു, ഇവൾക്ക് ഇവരുടെ സന്താനങ്ങളെയും പിശാച് സ്പർശിക്കാതിരിക്കാൻ വേണ്ടി. ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ പിശാച് ഒരു കുത്തുകുത്തും, അത് കാരണമായിട്ടാണ് കുട്ടികൾ കരയുന്നത് എന്ന് ഹദീസിലുണ്ട്. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അങ്ങനെ പിശാച് കുത്തുകയുണ്ടായില്ല. കാരണം എന്താ? മറിയം ബീവിയുടെ ഉമ്മ പ്രാർത്ഥിച്ചത് കാരണത്താൽ. അത് ഹദീസിൽ തന്നെ ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാമിൻ മൗലൂദിൻ യൂലദു ഇല്ലാ മസ്സഹു ശൈത്താനു ഹീന യൂലദ്, ഏതൊരു കുട്ടിയാകട്ടെ ജനിച്ചു വീഴുമ്പോൾ പിശാച് അവനെ സ്പർശിക്കാതെയില്ല. വയസ്തഹില്ലു സാരിഹൻ, പിശാചിന്റെ ആ കുത്തുകൊണ്ടാണ് ആ കുട്ടി വാവിട്ട് കരയുന്നത്. മിൻ മസ്സു ശൈത്താനിയ, പിശാച് ആ കുട്ടിയെ കുത്തിയത് കാരണത്താൽ. ഇല്ല മറിയമോ ഇബ്നഹ, പക്ഷെ മറിയം ബീവിയും മറിയമിന്റെ മകനായ ഈസാ നബിയും പിശാച് കുത്തിയിട്ടില്ല. തുമ്മ യഖൂലു അബൂ ഹുറൈറ, എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ഇഖ്റഉ ഇൻ ശിഅ്തും, നിങ്ങൾ വേണമെങ്കിൽ ഈ ആയത്ത് ഓതിക്കോളൂ, സൂറത്ത് ആൽ ഇംറാനിലെ ആയത്ത്, വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. മറിയമിന്റെ ഉമ്മ പ്രാർത്ഥിച്ചതാണ്, ഗർഭത്തിലുള്ള എന്റെ ഈ കുട്ടിക്കും അവർക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന സന്താനങ്ങൾക്കും പിശാചിന്റെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ വേണ്ടി ഞാനിതാ അള്ളാഹുവിൽ അഭയം തേടുന്നു. ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ടാണ് മറിയമിനെയും അതുപോലെ തന്നെ മറിയമിന്റെ മകനായ ഈസാ നബിയെയും ശൈത്താൻ സ്പർശിക്കാതിരുന്നത് എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മറിയം വളർന്ന് വലുതായി ഒരു സ്ത്രീയായ സന്ദർഭത്തിലാണ് മലക്കുകൾ സന്തോഷ വാർത്തയുമായി അവരുടെ അടുത്ത് വരുന്നത്. സൂറത്ത് മറിയം എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്. വദ്കുർ ഫി കിതാബി മറിയം ഇദിൻ തബത്തത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ എന്ന് തുടങ്ങി വിശദമായി തന്നെ അവരുടെ ആ സന്ദർഭം വിവരിക്കുന്നുണ്ട്. ഗർഭമായപ്പോൾ പിന്നെ ആളുകൾ പരിഹസിക്കാൻ തുടങ്ങിയപ്പോ ജനങ്ങളെ വിട്ടിട്ട് കിഴക്ക് ഭാഗത്തേക്കുള്ള ഒരു ഭാഗത്തേക്ക് പോയി. ഫഅജാഹൽ മഖാദു ഇലാ ജിദ്ഇൻ നഖല, അങ്ങനെ ഒരു ഈന്തപ്പനയുടെ അടുത്തേക്ക് എത്തിച്ചു അവരെ. പ്രസവവേദന എന്ന് പറഞ്ഞു, പ്രസവവേദന ഉണ്ടായപ്പോ ആ മരത്തിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവർക്ക് പ്രാർത്ഥിക്കുകയാണ്, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ, ഈ ആക്ഷേപങ്ങളൊക്കെ കേൾക്കാൻ വയ്യാതെ ഞാൻ ഇതിനു മുമ്പ് മരിച്ചു പോയെങ്കിൽ നന്നായിരുന്നു എന്ന് വരെ മറിയം പറയണ്ടായി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, നിങ്ങൾ ആ മരം പോയി കുലുക്കിക്കൊള്ളുക, തുസാഖിത് അലൈക റുത്ബൻ ജനിയ, പാകമായ ഈത്തപ്പഴം ആ മരം നിങ്ങൾക്ക് വീഴ്ത്തി തരും. അങ്ങനെ ആ മരം പോയി കുലുക്കുകയും മരത്തിന് ഈത്തപ്പഴം കിട്ടുകയും അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുകയും ചെയ്തു. ഇന്നത്തെ ആളുകൾ വന്നിട്ട് പലതും പറഞ്ഞു. ആ സന്ദർഭത്തിൽ
തൊട്ടിലുള്ള കുട്ടിയെ ചൂണ്ടിക്കൊണ്ട് ഫഅശാറത് ഇലൈഹി ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ. കുട്ടിയെ പ്രസവിച്ചപ്പോ ഈ ജൂതന്മാര് അദ്ദേഹത്തെ മറിയം ബീവിയെ സംബന്ധിച്ച് പിൽക്കാലത്ത് പ്രചരിപ്പിച്ച എന്താ? അവർ വേശ്യയാണ്, അങ്ങനെ ഉണ്ടായ കുട്ടിയാണ്, ജാരസന്തതിയാണ് ഈസാ നബി എന്ന്. അതേസമയം ക്രിസ്ത്യാനികളോ അദ്ദേഹം ദൈവത്തിലൂടെ ഉണ്ടായിട്ടുള്ള ദൈവപുത്രനാണ് എന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹത്തെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്യും. ഇത് രണ്ടിനും മധ്യയാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. അദ്ദേഹം ഒരിക്കലും ഒരു വേശ്യയിലൂടെ ജനിച്ച ഒരു ജാരസന്തതിയല്ല, അതുപോലെ തന്നെ അദ്ദേഹം ദൈവമോ ദൈവപുത്രനോ അല്ല എന്ന് ആവർത്തിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ തൊട്ടിലുള്ള കുട്ടിയെ ചൂണ്ടിയപ്പോൾ അവർ ചോദിക്കാണ്, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ, ഈ തൊട്ടിലുള്ള കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ്? അപ്പോൾ തൊട്ടിലുള്ള ഈസാ നബി സംസാരിച്ചു, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ആതാനിയൽ കിതാബ്, അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, വജഅലനി നബിയ്യ, അവൻ നബിയാക്കിയിട്ടുണ്ട്, വജഅലനി മുബാറക്കൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും അവൻ എന്നെ അനുഗ്രഹീതനാക്കിയിട്ടുണ്ട്, അവന്റെ അനുഗ്രഹം ലഭിക്കുന്നവനാക്കിയിട്ടുണ്ട്, വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. കണ്ടോ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നമസ്കരിക്കാനും നോമ്പെടുക്കാനും അവൻ എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദു തൗഹീദിന്റെ ആയത്ത് ഓതിക്കൊണ്ട് കുട്ടി തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു. സ്വന്തം മാതാവിന്റെ നിരപരാധിത്വം കുട്ടി തന്നെ തെളിയിച്ചു. ഇത് ഈസാ നബിയുടെ വെളിപ്പെട്ട ഒരു അത്ഭുത സംഭവമായിരുന്നു. ഇവിടെ നമുക്ക് വേറെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ കുരിശ് ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവരെ പള്ളിമ കുരിശായിരിക്കും, മാലയിൽ കുരിശായിരിക്കും, നെഞ്ചത്ത് കുരിശ് വരക്കും. കുരിശൊരു ബഹുമാനപ്പെട്ട സാധനമായിട്ടാണ് കൊണ്ടുനടക്കുന്നത്. എങ്ങനെയാണ് ഈ കുരിശ് വന്നത്? ഈസാ നബിയെ കുരിശിൽ തറച്ചു കൊന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. യഹൂദികൾ കുരിശിൽ തറച്ചു കൊന്നു. അതിനവർ പറയുന്നത് മനുഷ്യൻ ജന്മനാ പാപിയാണ്, ആദം നബി ചെയ്ത ആ പാപം തലമുറകളായി മനുഷ്യർ നിലനിൽക്കുന്നു, ആ പാപം നീക്കാൻ വേണ്ടി യേശു കുരിശുമരണം വരിച്ചു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് പാപപരിഹാര സിദ്ധാന്തം. അപ്പൊ യേശു വിശ്വസിച്ചവർക്കൊക്കെ പാപം പരിഹരിക്കപ്പെട്ടു എന്ന വിശ്വാസം അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ കുരിശു സംഭവത്തെ കുറിച്ച് എന്താണ് ഖുർആൻ പറയുന്നത്? വഖൗലിഹി ബിന്നാ ഖതൽനൽ മസിയ ഈസ ഇബ്ന മറിയം റസൂലുള്ളാഹ് വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. ജൂതന്മാർ ശപിക്കപ്പെടാനുണ്ടായ കാരണം ഞങ്ങൾ ഈസബിന് മറിയമിന്റെ പുത്രൻ ഈസാ മസീഹിനെ ഞങ്ങൾ കൊന്നുകളഞ്ഞു, അള്ളാഹുവിന്റെ റസൂലായ ഈസ ഞങ്ങൾ കൊന്നു എന്ന് അവർ വാദിച്ചത് കാരണവും യഹൂദികൾ ശപിക്കപ്പെട്ടു. വമാ ഖതലൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, വമാ സലബൂഹു, അവർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുമില്ല, വലാകിൻ ശുബ്ബിഹ ലഹും, എന്താണ് അവിടെ നടന്നതെന്ന കാര്യം അവർക്കറിയാതായിപ്പോയി. അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട്. വേറൊരർത്ഥം, അദ്ദേഹത്തിന് സദൃശനായ മറ്റൊരാളെയാണ് അവർ ക്രൂശിച്ചത്. വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു, അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസത്തിലായ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് സംശയത്തിൽ തന്നെയാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ, ഈസാ നബിയെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ഒരു അറിവുമില്ല. ഇല്ല ഇത്തിബാഅ അദ്ദന്നി, ചില ഊഹങ്ങളെ പിന്തുടരുകയല്ലാതെ. വമാ ഖതലൂഹു യഖീനാ, അവർ അദ്ദേഹത്തെ ഉറപ്പായും കൊന്നിട്ടേയില്ല. ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, അല്ലാഹു അവനിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി, ആകാശ ലോകത്തേക്ക് ഉയർത്തി. വകാന അല്ലാഹു അസീസൻ ഹകീമ, അല്ലാഹു അജയ്യനും യുക്തിമാനുമാകുന്നു. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. അദ്ദേഹത്തെ കുരിശിൽ തറക്കാൻ കിട്ടിയിട്ടില്ല. ആ സന്ദർഭത്തിൽ അല്ലാഹു അദ്ദേഹത്തെ തന്റെ അടുത്തേക്ക് ഉയർത്തി. ഇവിടെ ഖാദിയാനികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ, മുർത്തദ്ദായി പോയ, മുഹമ്മദ് നബിക്ക് ശേഷം വേറെയും നബി ഉണ്ടെന്ന് വാദിക്കുന്ന ആളുകൾ. പഞ്ചാബിലെ ഖാദിയാൻ എന്ന സ്ഥലത്ത് മീർസാ ഗുലാം അഹമ്മദുൽ ഖാദിയാനി എന്നൊരു നബി വന്നു. അയാൾ ചത്തുപോയി, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അയാൾ നബിയാണെന്നും പറഞ്ഞിട്ട് നടക്കുന്ന ഒരു കൂട്ടരാണ് ആര്? ഖാദിയാനികൾ എന്ന് പറയുന്നത്. അവർ ഈസാ നബിയെ കുറിച്ച് ഈസാ നബി മരിച്ചോന്നും പറഞ്ഞ് മുസ്ലിമീങ്ങൾ അടുത്ത് വരും. എന്തിനാ ഈസാ നബിയെ മരിപ്പിക്കുന്നത്? ഈസാ നബി കുരിശ് മരണത്തൊക്കെ രക്ഷപ്പെട്ടിട്ട് കാശ്മീരിലേക്ക് പോയി. ഇപ്പോൾ കാശ്മീരിൽ അദ്ദേഹത്തിന്റെ കബറുണ്ടെന്നാണ് ഇവിടുന്ന് ആളുകൾ പോകാറുണ്ട്. ഈസാ നബിയുടെ കബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കാശ്മീരിലേക്ക് ഇവർ കൊണ്ടുവന്ന. എന്നിട്ട് ആ ഈസാ നബി മരിച്ചു എന്ന് പറഞ്ഞു. എന്തിനായിട്ട് അറിയോ? ഇവരെ നബിക്ക് പോസ്റ്റ് ഉണ്ടാക്കാനാ. കാരണം ഹദീസിൽ വന്നിട്ടുണ്ട് അവസാന കാലത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ഇറങ്ങി വരും എന്ന്. എന്നിട്ട് അദ്ദേഹം മുഹമ്മദ് നബിയുടെ ശരീഅത്ത് അനുസരിച്ച് ഇവിടെ ഭരണം നടത്തും. അദ്ദേഹം പന്നിയെ കൊല്ലും, അദ്ദേഹം കുരിശിനെ തകർക്കും, അന്ന് ഇസ്ലാം അല്ലാതെ ഒന്നും സ്വീകാര്യമായിരിക്കില്ല എന്ന് വളരെ വ്യക്തമായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞത് ആരാണ്? ഈസാ നബിനെ ആദ്യം മരിപ്പിച്ചു. അപ്പൊ പിന്നെ വരാൻ പോണ ഈസാ ആരാണ്? അത് ഈസാ നബിയുടെ സദൃശനായ
മീർസാ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനിയാകുന്നു. അപ്പൊ ഈ ഖാദിയാനിക്ക് പോസ്റ്റ് ഉണ്ടാക്കാനാണ് ഈസാ നബിയെ കൊല്ലുന്നത്. യഥാർത്ഥത്തിൽ ഈസാ നബി മരിച്ചിട്ടില്ല. ഈസാ നബിയുടെ മരണം തന്നെ ബുക്കിന്റെ അവർ ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് ആയത്തുകളൊക്കെ ഉദ്ധരിച്ചിട്ട് മനുഷ്യൻ മരിക്കുന്നതിന് എല്ലാ തെളിവും ഈസാ നബി മരിക്കും. ഈസാ നബി മരിക്കൂല നമ്മളേറ്റ് പറയുന്നുണ്ടോ? ഈസാ നബി മരിക്കും, ഇപ്പം മരിച്ചിട്ടില്ല എന്നുള്ളൂ. വീണ്ടും അദ്ദേഹം വരും, വന്നതിന് ശേഷം അദ്ദേഹം മരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉയർത്തി. അതിനവര് ഇഷ്കാലുണ്ടാക്കാൻ വേണ്ടി ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അള്ളാഹു തന്നിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി എന്നതിന് നമ്മൾ നിസ്കാരത്തിൽ റബ്ബി ഗഫിർലി വർഹംനി വർഫഅനി എന്ന് പറയാറില്ലേ? അതിന്റെ അർത്ഥം നമ്മൾ ആകാശത്തേക്ക് ഉയർത്തണം എന്നാണോ? പോയത്തക്കാരാ അവിടെ ഇലാന്നില്ലല്ലോ. ഇർഫഅനി എന്നെ ഉയർത്തണേന്നാ. ഇർഫഅനി ഇലയിക്കുന്നുണ്ടോ? എന്നാ പിന്നെ ശരിയാ. അപ്പൊ ഇല എന്ന ലമീറോട് കൂടി പറഞ്ഞാൽ അള്ളാഹു അവങ്കലേക്ക് ഉയർത്തി. അപ്പൊ എന്താണ് ഈസാ നബിയെ പറ്റി വിശ്വാസം? അദ്ദേഹത്തെ അള്ളാഹു ആകാശലോകത്തേക്ക് ഉയർത്തി. ഇന്നും അദ്ദേഹം ആകാശലോകത്ത് ജീവിച്ചിരിക്കുന്നു. എങ്ങനെയാണ് നമുക്കറിഞ്ഞൂടാ. പല ആളുകളും ചോദിക്കും, അദ്ദേഹം മൂത്രയിക്കൂലെ, കാക്കിക്കൂലെ, തിന്നൂലെ, കുടിക്കൂലെ? ഇതൊന്നും ആ ചോദ്യത്തിനൊന്നും അർത്ഥമല്ല. അള്ളാഹിനെ ആകാശത്തേക്ക് ഉയർത്താൻ പറ്റിയ അള്ളാഹ്ക്ക് പിന്നെ അവിടെ അദ്ദേഹത്തെ പോറ്റാനാണോ പണി? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ആത്മാവിനെ ഉയർത്തിയതല്ല. ചില സാധുക്കൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആത്മാവിനെ ഉയർത്തി. ആത്മാവിനെ പാരതാ ഉയർത്താത്തത്? നമ്മളൊക്കെ ഉറങ്ങും, നമ്മൾ ആത്മാവിനെ അള്ളാഹ് ഉയർത്തുന്നുണ്ട്. ഏത് മനുഷ്യനും മരിക്കും അവന്റെ ആത്മാവിനെ അള്ളാഹ് ഉയർത്താൻ. പിന്നെ അതിലെന്താ വിശേഷം ഉള്ളത്? ഇവിടെ യഹൂദികൾക്ക് മറുപടി പറയാണ്. യഹൂദികളെ വാദം എന്താ? ഞങ്ങൾ കൊന്നു, ക്രൂശിച്ചു കൊന്നു. മാമാ ഖതലുഹു, അവർ കൊന്നിട്ടില്ല. വമാ സലബുഹു, ക്രൂശിച്ചിട്ടുമില്ല. പിന്നെന്താ സംഭവിച്ചത്? ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അവ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒമാ ഖതലുഹു ഒമാ സലബുഹു. ആ ഹൂവിന്റെ ഉദ്ദേശം റൂഹും ജസദും കൂടി ഈസാ നബിയാണെങ്കിൽ ബൽ റഫഅഹു എന്ന് പറഞ്ഞപ്പോ പിന്നെ റൂഹ് മാത്രമായി എങ്ങനെ? ഒരായത്തിന്റെ ബാക്കിയിൽ ആദ്യത്തെ രണ്ട് ഹൂലും റൂഹും ജസദുമുള്ള ഈസാ നബിയെ ആണ് ഒരു പറയുന്നതെങ്കിൽ അതേ ഈസാ നബിയെ തന്നെയാണ് അള്ളാഹു തന്റെ അടുത്തേക്ക് എത്തിയത്. അഖീദാ ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ വ്യക്തമായി വന്നിട്ടുള്ള കാര്യമാണ്. ഇതിനെ നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഇത് കുഫ്റാണെന്ന് തന്നെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് ഈസാ നബിയെ കുറിച്ച് മാത്രം വന്നിട്ടുള്ള ഫത്വകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഫതാവ അഹ്കാം ഫി നബിയില്ലാഹി ഈസ എന്ന് പറയുന്ന അല്ലാമ അബ്ദുറഹ്മാൻ ജിബ്രീന്റെ പുസ്തകമാണ്. ഇത് സൗദി ഔഖാഫ് പുറത്തിറക്കിയുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഈസാ നബിയെ സംബന്ധിച്ച് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ومما تقدم يعلم السائل وغيره أن من قال إن المسيح قتل أو صلب أو قال إنه هاجر إلى كشمير ومات بها موتا طبيعيا ولم يرفع إلى السماء فقد عظم على الله الفرية. ഈ മേൽ പറഞ്ഞതിൽ നിന്നും അദ്ദേഹം കുറെ വിശദീകരിച്ചിട്ട് പറയാം. ഞാൻ ഈ പറഞ്ഞ ആയത്തുകളും മറ്റൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, മസീഹ് ഈസ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കാശ്മീരിലേക്ക് ഹിജ്റ പോയി അവിടെ വെച്ച് സ്വാഭാവിക മരണം വരിച്ചു, അദ്ദേഹം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മേൽ ഗുരുതരമായ കള്ളാരോപണമാണ് നടത്തുന്നത്. ബൽ ഹുവ മുഖദ്ദിബുൻ ലില്ലാഹി വറസൂലിഹി, അവൻ അള്ളാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചവനാണ്. വമൻ കദ്ദബ അല്ലാഹ വറസൂലഹു ഫഖദ് കഫറ, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിച്ചാൽ അവൻ കാഫിറായി. കണ്ടോ? അപ്പൊ ഖാദിയാനികൾ കാഫിറാണെന്നുള്ള ഉലമാക്കള് ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരിങ്ങനെ പല മെസ്സേജും വിടും. അവർക്ക് തന്നെ നമ്മളെ പോലെ തന്നെയല്ലേ, അവർ നിസ്കരിക്കുന്നില്ലേ, അവർക്ക് നബിയില്ലേ, അവർ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പല ജാതി ഫിത്തനയും കൊണ്ടുവരും. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, അവസാന കാലഘട്ടത്തിൽ ഈസാ നബി ഇറങ്ങി വരുമെന്ന ഹദീസ്, ആ ഹദീസിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള മുതവാത്തിറായ അനേകം പരമ്പരകളിലൂടെ അനിഷേധ്യമാവണ്ണം വന്നിട്ടുള്ള മുസ്ലിം ഉമ്മത്തിലെ ഇജ്മാ ഉള്ള വിഷയമാണത്. ആ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസ് പറയാണ്, വഹിയ അഹാദീസു മുതവാത്തിറ മഖ്തൂഉൻ ബിസിഹ്ഹതിഹാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ദുർബലമായ റിപ്പോർട്ടോ ഏതെങ്കിലും യഹൂദി കടത്തിക്കൂട്ടിയോ ക്രിസ്ത്യാനി കടത്തിക്കൂട്ടിയോ എന്നല്ല, മുതവാത്തിറായ സ്വഹീഹാണെന്ന് ഖണ്ഡിതമായി പറയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വഖദ് അജ്മഅ ഉലമാഉൽ ഇസ്ലാമി അലാ തലഖിഹാ ബിൽ ഖബൂൽ. ആ ഹദീസുകൾ മുസ്ലിം പണ്ഡിതന്മാർ സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള ആ ഹദീസുകളാകുന്നു. വൽ-ഈമാനി ബിമാ ദല്ലത അലൈഹി, ആ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു പോരുന്നുണ്ട്. വദക്കറു ദാലിക ഫീ കുതുബിൽ അഖായിദ്, അഖീദ വിരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ അവസാന കാലത്ത് വരാൻ പോകുന്ന ഈസാ നബിയുടെ നുസൂലിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പുനരാഗമനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ومن أنكرها متعلقا بأن أخبار أحد لا تفيد القطع أو أول على أن المراد بذلك تمسك الناس في آخر الزمان بأخلاق المسيح عليه السلام من الرحمة والعطف وأخذ الناس بروع الشريعة ومقاصدها ولبابها لا بظواهرها فقوله ظاهر البطلان مخالف لما عليه أئمة الإسلام. കണ്ടോ, ആരെങ്കിലും ഇതിനെ നിഷേധിക്കുകയാണ്,
ഈ ഹദീസുകൾ അതൊക്കെ ഖബർ അഹാദാണ്, മുത്തവാത്തിറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ, ഖണ്ഡിതമായ ഒരു ആശയം അതൊന്നും കിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില ആളുകൾ അതിനെ വ്യാഖ്യാനിക്കാണ്. ഈസാ നബി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഈസാ നബിയുടെ സ്വഭാവ ഗുണങ്ങൾ അവസാന കാലത്ത് വ്യാപകമാകും, ആളുകളോടുള്ള കനിവും കാരുണ്യവും അതൊക്കെ വരും എന്നാണ് അതിന്റെ ഉദ്ദേശം. ഇത് പ്രത്യക്ഷാർത്ഥത്തിൽ അല്ല എടുക്കേണ്ടത് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവൻ മുസ്ലിം ഇമ്മത്തുകൾ, മുസ്ലിങ്ങൾ ഇമാമുകൾ പറഞ്ഞിട്ടുള്ളതിന് എതിരായ വ്യർത്ഥമായ വാദമാകുന്നു അത്. സ്ഥിരപ്പെട്ട മുതവാത്തിറായ ഹദീസുകളെ, പ്രമാണങ്ങളെ തള്ളുകയാകുന്നു അത്. പരിശുദ്ധ ശരീഅത്തിന് നേരെയുള്ള ഒരു കയ്യേറ്റമാകുന്നു അത്, ഒരു അക്രമമാകുന്നു അത്. ഇസ്ലാം, ഇസ്ലാമിനെതിരിലുള്ള ഒരു ഇറങ്ങിപ്പുറപ്പെടലാകുന്നു അത്. അഖ്ബാറുൽ മഅ്സൂം അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ മഅ്സൂമായ റസൂലുള്ളാഹിന്റെ ഹദീസുകൾക്കെതിരെയും. അപ്പൊ ഇതൊക്കെ ചില ആളുകളൊക്കെ അങ്ങനെ നിഷേധിക്കാറുണ്ട്. ഈസാ നബി ഇറങ്ങുന്നൊക്കെ അതൊന്നും സഹീഹ് ഹദീസൊന്നല്ല, അതൊക്കെ ആരോ പറഞ്ഞുണ്ടാക്കിയാണ്. യഥാർത്ഥത്തിൽ ഒരുപാട് ഹദീസുകൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, എത്രയോ സഹാബികൾ ഉദ്ധരിച്ചിട്ടുള്ള പ്രബലമായ ഹദീസാകുന്നു ഇത് എന്ന്. ആ വിഷയത്തിൽ തവാത്തുറായിട്ട് ഒരു ഹദീസ്, പല ഗ്രന്ഥങ്ങളും ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ആരും നിഷേധിക്കേണ്ടതില്ല. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ഡിസംബർ 25-നോടനുബന്ധിച്ച് ക്രിസ്ത്യാനികൾ ഇത് ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്താണ് ഈസാ നബിയെ പറ്റി മനസ്സിലാക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ശരിയായ പ്രമാണങ്ങളിൽ നിന്നും ഉൾക്കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈസാ നബിയുടെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഹദീസുകൾ കേൾപ്പിക്കണം ഉദ്ദേശിക്കുകയാണ്. ബുഖാരിലും മുസ്ലിമുള്ള ഒരു ഹദീസ് ഇങ്ങനെയാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവനാണ് സത്യം, ലയൂഷിക്കന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം, നിങ്ങളുടെ അടുക്കൽ, നിങ്ങളിൽ ഈ മറിയമിന്റെ പുത്രൻ ഇറങ്ങാറടുത്തിരിക്കുന്നു, ഹക്കമൻ അദിലൻ, നീതിമാനായ ഒരു ഭരണകർത്താവായിക്കൊണ്ട്, ഫയക്തുറു സലീബ, അദ്ദേഹം കുരിശിനെ പൊട്ടിക്കും, വയക്തുൽ ഖിൻസീർ, അദ്ദേഹം പന്നിയെ കൊല്ലും, വയലഫുൽ ഹർബ വയുഫീദുൽ മാൽ, അദ്ദേഹം യുദ്ധമില്ലാതെയാക്കും, ജിസിയ എടുത്തു കളയുന്ന വേറെ ഹദീസിലുണ്ട്. മാത്രമല്ല ആ കാലഘട്ടത്തിൽ പണം ഒഴുകും, ഹത്താ ലാ യഖ്ബലു വഹദുൻ, ആരും പണം വാങ്ങാനുണ്ടാവില്ല. അങ്ങനെ ഹത്താ യകുന സയ്യിദുൽ വാഹിദ് ഖൈറുൽ ലഹു മിനദ് ദുനിയാ വമാ ഫീഹാ, ഒരു സുജൂദ് തന്നെ ദുനിയാവിലുള്ളതിനേക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും അയാൾക്ക് ഉത്തമമായിരിക്കും. അങ്ങനെയുള്ള ഒരു കാലത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. മാത്രമല്ല അത് മഹ്ദി ഉള്ള സന്ദർഭത്തിലായിരിക്കും. ഈസാ നബി വരുമ്പോൾ നമ്മുടെ ഇമാമായിട്ട് മഹ്ദിയാണ് ഉണ്ടാവുക. വരൂ നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറയുമ്പോൾ അല്ല, നിങ്ങൾ തന്നെ നിസ്കരിച്ചാൽ മതി എന്ന് ഈസാ നബി പറയുമെന്നും, പിന്നീട് ദജ്ജാലിനെ ഈസാ നബി അലൈഹി സ്വലാം കൊല്ലുമെന്നും വ്യക്തമായി തന്നെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ വിശദമായി തന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. കാരണം ഇത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. മഹ്ദി വരുമെന്നതും ഈസാ നബിയുടെ പുനരാഗമനം ഉണ്ടാകുമെന്നും ദജ്ജാൽ വരുമെന്നും ദജ്ജാലിനെ ഈസാ നബി അലൈഹി സ്വലാം കൊല്ലുമെന്നും ഒക്കെ വ്യക്തമായി ഹദീസിൽ വന്നിട്ടുള്ളതും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസവുമാകുന്നു. ജനങ്ങൾ ദീനിനെ കുറിച്ച് ജഹലിലേക്ക്, അറിവില്ലായ്മയിലേക്ക് പോകുന്നതനുസരിച്ച് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള കള്ളപ്രചരണങ്ങളും ഇസ്ലാമിന്റെ ശത്രുക്കൾ നടത്തുന്നുണ്ട്. ആ അതിൽ നമ്മൾ പെട്ടുപോകാതിരിക്കണമെങ്കിൽ നമ്മൾ ശരിയായ അറിവ് പഠിക്കണം, മനസ്സിലാക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. വല്ല മിഷണറിമാരും നിങ്ങളടുക്കൽ വന്നിട്ട് ഇങ്ങനെ ഈസാ നബിയെ സംബന്ധിച്ചും മറ്റുമൊക്കെയുള്ള കണ്ടം തൊണ്ടം ആയത്തുകളൊക്കെ ഉള്ള പുസ്തകം ഫ്രീ ആയിട്ട് കൊണ്ടുവന്നു വരും. മനസ്സിലായില്ലേ? പണം കൊടുത്ത് ആളുകളെ എങ്ങനെ മതം മാറ്റാമെന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒരു വലിയ പദ്ധതി തന്നെയാണ്. ഇന്നും അവരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഇങ്ങനെ അവരെ സഹായം വാങ്ങിയിട്ട് ക്രിസ്ത്യാനിയാകുന്നുണ്ട്. കേരളത്തിൽ മാത്രം ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ വല്ലാതെ വിലപ്പോകുന്നില്ല, എന്നാൽ തീരെ നടക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. പല സ്ഥലങ്ങളിലും അവരെ പള്ളി കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും നടത്തും. പയറ്, കടല എന്ന് തുടങ്ങി അരി, പഞ്ചസാര ഇതൊക്കെ വളരെ ചെറിയ വിലക്ക് കൊടുക്കും. ഒരു കാർഡ് കൊടുക്കും. ആ കാർഡുമായിട്ട് നിശ്ചയ ദിവസം പള്ളിയിൽ ചെന്നാൽ മതി. പക്ഷേ വാങ്ങാൻ ചെല്ലുമ്പോൾ അച്ഛന്റെ ഒരു പ്രസംഗം ഉണ്ടാവും. അത് കേട്ടോളും, അത് കേട്ടാലേ ഇത് കിട്ടുള്ളൂ. അപ്പൊ അത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത്. അപ്പൊ ആളുകൾ എല്ലാവരും നിന്നിട്ട് അത് കേൾക്കും, അല്ലെ? ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ഒക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികള് കുരിശ് വരപ്പിക്കുന്നുണ്ട്,
ക്രിസ്തുവിനെ സംബന്ധിച്ച് പ്രശംസിച്ചുകൊണ്ട് പലതും കുട്ടികൾ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നു. പക്ഷെ നമ്മളെ മുസ്ലിമീങ്ങൾ പലർക്കും ഒന്നും പ്രശ്നമല്ല, അങ്ങനെ പിടിച്ചു വരക്കണമെങ്കിൽ വരച്ചോട്ടെ, പോയാലും പെദ്ദ എന്നൊക്കെയുള്ള ചില ആളുകളുടെ ഒരു ഉദാസീന നയം അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ അവർ ക്രിസ്ത്യാനിസം പ്രചരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനം ചൂണ്ടയിട്ട് കൊടുക്കാണ്. എന്താ അതിന് കൊട്ടിട്ട് ആളുകളെ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി. പിന്നെ ചില ആളുകളുണ്ട് പൈസ കിട്ടിയാൽ എന്തും വാങ്ങാൻ തയ്യാറുള്ള ഒരു കാലം, അല്ലെ? ചില ആളുകൾ നബി പറഞ്ഞിട്ടുണ്ട്, അവസാന കാലം വരുമ്പോ ഫിത്തനകൾ വർദ്ധിക്കും. ഫിത്തനകൾ വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറാവും, വൈകുന്നേരം കാഫിറായവൻ നേരം മുഅ്മിനാവും. യബീഉ ദീനഹു ബിഅർളിൻ മിനദ് ദുനിയ, ദുനിയാവിലെ ചില്ലറ വിഭവങ്ങൾക്ക് വേണ്ടി സ്വന്തം മതത്തെ വിറ്റുകളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു മതമില്ലാതെ പേര് മാത്രം, ഇസ്ലാമിന്റെ പേര് മാത്രം വെച്ച് നടക്കുന്നവരുണ്ടാവും. അവർക്ക് ക്രിസ്ത്യാനികൾ എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്താൽ അതിന്റെ കൂടെ പോകും, ഷിയാക്കൾ ഒന്നും കൊടുത്താൽ അവർ കൂടെ പോകും, ഖുറാഫി ഒന്നും കൊടുത്താൽ അവർ കൂടെ പോകും. അതാണ് ആളുകൾ പലരുടെയും അവസ്ഥ. അവർക്ക് ദീൻ എന്ന് പറയുന്നത് ഒന്നുമല്ല. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ മേഖലകളിൽ നടക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ജാഗ്രത ഉണ്ടായിരിക്കണം. കാഫിറായി മരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല. മുഅ്മിനായി മരിക്കണം, നമ്മള് കാഫിറായി മരിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ഈ ദീന് വിറ്റിട്ട് പരലോകം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ, അതിനെപ്പറ്റി നമ്മൾ ജാഗ്രതയുള്ളവരാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ശരിക്കും ഉൾക്കൊണ്ട് അവസാന ശ്വാസം വരെ ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين برحمتك يا أرحم الراحمين.